ഇവർ സത്യസന്ധമായി നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്നവരല്ല. എൻ്റെ അനിയൻ വന്നിട്ടൊരു പാവം സൈസായി പൈസ ആൾ പറ്റിച്ചു എന്ന് പറയുന്നു. അത് ഇവരൊക്കെ ആരോ ഒരുത്തനുമായിട്ടൊരു കമ്പനിയുണ്ട്, ഏത് ഒരു യോത്സ്യൻ എന്നൊക്കെയാണ് പറയണത്. അയാളൊരു കർമ്മി അന്തരമൊക്കെ ആണെന്നാണ് പറയുന്നത്, നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ പലരും പറയണുണ്ട്. അപ്പോൾ ഇവനും അയാളെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് അവൻ അവിടെ നിന്ന് പിണങ്ങി കഴിഞ്ഞ് പോകുന്നതാണെന്ന് തോന്നുന്നു. ഡീറ്റെയിലായിട്ടൊന്നും പറയില്ല. ഇന്നലെ ഇവിടെ വന്നപ്പോൾ അവിടെ മുറിക്കകത്തുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ കഴിച്ച് വന്നൊന്നുമില്ല. ആരോ പറഞ്ഞ് എൻ്റെ വലിയച്ഛൻ വന്നു, ആരാവട്ടെ എനിക്കൊന്നും. നമസ്കാരം. ബാലരാമപുരത്ത് 2 വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത് ഒരു കൊലപാതകമാണ് എന്നാണ്. എന്തായാലും ഈ ശ്രീധുവിൻ്റെയും ശ്രീജിത്തിൻ്റെയും ഏറ്റവും അടുത്ത ബന്ധു ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അതായത് ശ്രീധുവിൻ്റെ അച്ഛൻ്റെ അനുജനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത്. കുടുംബത്തെ അറിയാം. ഇവിടെ അടുത്താണോ വീട്? എൻ്റെ വീട് 2-3 കിലോമീറ്റർ ദൂരം. കുടുംബത്തെ എങ്ങനെയാണ്? കുടുംബം ഇത് എൻ്റെ അടുത്ത ബന്ധുവാണ്. എൻ്റെ അനിയനാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. അവൻ്റെ ഭാര്യയും മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചടങ്ങ് 16-ൻ്റെ ഒരു ചടങ്ങുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ അതിൻ്റെ ചടങ്ങ് നടത്താനായിട്ടാണ് നമ്മൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. രാവിലെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇന്ന് രാവിലെ വരാൻ ഇറങ്ങിയപ്പോഴാണ് ഇത് ഫോണിൽ വിളിച്ചറിയിക്കുന്നത്. ഇന്നലെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു അവിടെ, സാധനങ്ങളൊക്കെ ഭക്ഷണത്തിന് ചെറിയ പൂജയ്ക്കുള്ള ഇതേ ഉള്ളൂ, വേറെ വലിയ ചിലവായിട്ടൊന്നുമില്ല. അത് അവളുടെ സഹോദരൻ്റെ വീട്ടിൽ തന്നെ അവരുടെ ഈ എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ വീട്ടിൽ തന്നെ എല്ലാം റെഡിയായി. രാവിലെ എല്ലാം കൂടെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ വന്നാൽ ആദ്യം അങ്ങനെ വരാനിറങ്ങിയപ്പോഴാണ് ഈ വിളി വരുന്നത്. എൻ്റെ ഭാര്യ ഇന്നലെ അവിടെ വന്നതിൽ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ എന്തോ ഒരു തങ്ങളുടെ സ്വരച്ചേർച്ച ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ മനസ്സ് മടിച്ചു. അവർ 10-90 എന്തിൻ്റെ പേരിലായിരുന്നു ഇത് അതറിഞ്ഞൂടാ, സത്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ അവർക്ക് 10-90 വയസ്സായി. അവർക്ക് ഇതൊക്കെ അവരെ വഴക്കൊക്കെ കണ്ടപ്പോൾ വെപ്രാളം. ഞാൻ നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടു. പിന്നെ ഇങ്ങോട്ട് വന്നില്ല, ചടങ്ങിന് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് വിളിച്ച് പറയുന്നത്. എൻ്റെ ഭാര്യ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എൻ്റെ സഹോദരിയെ വണ്ടി ഇടിച്ച് കാല് ആക്സിഡൻ്റായിട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കും. അപ്പോൾ അവിടെ ഇന്നലെ ഭാര്യയെ പോയി കൂട്ടിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ആരോ വിളിച്ച് അവളെ പറഞ്ഞു, ഇങ്ങനെ അവളെ വിളിച്ച് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഈ പശുക്കന്നിനൊക്കെ വെള്ളം കൊടുത്തുണ്ട്. ഞാൻ പെട്ടെന്ന് വെള്ളം കൊടുത്തിട്ട് അവിടെ വന്നപ്പോൾ ഒരു 7-7:30 മണിക്ക് അവിടെ വന്നപ്പോൾ ഭയങ്കര കൂട്ടായിട്ട് കിടക്കും. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയാമായിരുന്നു? പ്രശ്നം നമ്മൾ ഇവർ സത്യസന്ധമായി നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്നവരല്ല. എൻ്റെ അനിയൻ വന്നിട്ടൊരു പാവം സൈസായിരുന്നു, 63 വയസ്സായി. അവൻ ഇടയ്ക്ക് ഒരാഴ്ച ആശുപത്രി കിടന്നു, കിംസിൽ കിടന്നു. അപ്പോഴിതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു വന്നു. നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. കഴിഞ്ഞ് വീട്ടിൽ വന്നു. 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് മരിച്ചത്. ഇവർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ പെണ്ണ് സ്വഭാവം കടം വാങ്ങിക്കുന്ന ഒരു സ്വഭാവം തള്ളയ്ക്ക് അറിയാതിരിക്കും. ഇത് വാങ്ങിച്ച് ആക്കു കൊടുത്തു. ഇവർ പറയുന്നത് ഒരാളിന് കൊടുത്തു, അവർ പറ്റിച്ചു എന്നൊക്കെയാണ് പറയണത്. നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ അല്ലാണ്ട് സത്യസന്ധമായൊരു മറുപടി കിട്ടുന്നത്. ഇവർക്ക് ആരുമായിട്ട് കമ്പനിയുണ്ട്, ഈ മകൾക്കും അമ്മയ്ക്കും. അങ്ങനെ അന്നേരം ഈ ആളുകളെ ഈ പൈസ വശൂലാക്കി അവർക്ക് കൊടുത്തിരിക്കും എന്നാണ് എൻ്റെ ബലമായ ഒരു സംശയം. ആരെയും ഒരുത്തൻ്റെ പേര് പറയണല്ലോ, നമുക്കറിഞ്ഞൂടാ. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കൊടുക്കുക അറിഞ്ഞറിഞ്ഞു വന്നപ്പോൾ പലർക്കും പൈസ കൊടുക്കുക. ഏകദേശം 58 ലക്ഷം രൂപയായിട്ടും കൊടുക്കാനുണ്ട് സുനിൽ പറയണം, ആർട്ടും പറയും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആരൊക്കെ വന്ന് സത്യാഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാലും മിനിമം എൻ്റെ ബലമായ സംശയം അവളൊരു ഈ കടം വാങ്ങിച്ച് ഈ പൈസ എന്ത് ചെയ്തു, വല്ല വേറെ വല്ല വഴി
ഉണ്ടോ അലക്കി വെളുപ്പിപ്പ് എങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ആൾ കാണും. അവർക്ക് വേറെ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട് എന്നാണ് അറിവ്. പിന്നെ ഒരു വണ്ടിയുണ്ട്, എന്ത് വണ്ടി? ടൈഗർ എന്ന് പറഞ്ഞൊരു കാറുണ്ട്. കാറുണ്ട്. അത് ഇടയ്ക്ക് കണ്ടുപിടിച്ചതാണ്. ആ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ മരണ സഞ്ചാരത്തിൻ്റെ അന്ന് ഫൈനാൻസുകാർ ഇവിടെ വന്നു. അവർക്ക് TC മുടക്കും. അപ്പം അങ്ങനെ TC മുടക്കം നമ്മൾ അന്വേഷിച്ച് അവർ വൈകുന്നേരം കൂടെ അവരെ ചോദിച്ചപ്പോഴാണ് ഈ വണ്ടി ഉള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ അത് ആരെ പേരിൽ? എവിടെ പേര് തന്നെ. അപ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഫൈനാൻസ് ഇട്ടെടുത്തെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം ഫൈനാൻസുകാർ അവിടെ വന്നപ്പോൾ പിന്നെ അവനുമായിട്ട് ബന്ധപ്പെട്ട കാറ് അവൻ എടുത്തുകൊണ്ട് പോയെന്നാണ് അറിവ്. ശ്രീജിത്ത് ഫൈനാൻസ്. അപ്പോൾ അവർ ഞാൻ സംസാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് കാറ് കണ്ടുപിടിച്ച് കാറെടുത്ത് കൊണ്ടുപോയിട്ട് വിറ്റ് നിങ്ങളെ പൈസ അടിക്കാമെന്ന് നമ്മളങ്ങ് പറഞ്ഞു. അത്രേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാവും. പിന്നെ അത് ഫൈനാൻസുകാരെ വിളിക്കുകയും ചെയ്തു. കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ. പിന്നീടാണ് പറഞ്ഞ് പലർക്കും ബാധ്യതകളുണ്ട് എന്ന് പറയും. ഭർത്താവിന് ഈ ബാധ്യതകളെ കുറിച്ചൊന്നും അറിയില്ല. ഭർത്താവ് ഇവർ വീട്ടിൽ പോയി താമസിച്ച പയ്യനെക്കുറിച്ച് നമ്മൾ വലിയ കുറ്റം പറയില്ല. പിന്നെ താമസിച്ചെടുത്ത ഒരു കുടുംബത്തിലൊക്കെ ചെറിയ പൈനി അമ്മാതിൻ്റെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരില്ല. അങ്ങനെ പിണങ്ങി ഇവളിവിടെ വന്നു. അപ്പോഴീ തള്ള വളം വെച്ച് കൊടുത്തു. തിരിച്ച് പറഞ്ഞയക്കില്ല. അത് പോവാതെ ഇവിടെ പിടിച്ച് നിർത്തി വഷളാക്കി. അപ്പോൾ അവൾക്ക് സൈഡ് നിന്നു. അവൾ പിന്നെ അമ്മേരെ കൂടെ നിൽക്കും. പക്ഷെ അവൻ വരുമായിരുന്നു, കാശുകളൊക്കെ കൊടുക്കുമായിരുന്നു. ആഴ്ചയിലൊരിക്കൽ വരും. അപ്പോൾ അവനുടെ ബാലിനടുത്ത് ശബരി സ്റ്റോർ അവിടെയാണ് അവൻ ജോലി. അവിടെ ബില്ലൊക്കെ അടിക്കാൻ പോയായിരിക്കും. അവൻ ഇന്നലെ ഇവിടെ വന്നു. എന്നിട്ട് ഇന്ന് ചടങ്ങായതുകൊണ്ടാണ് ഇന്നലെ വന്നത് എന്നാണ് അറിവ്. സഞ്ചാരത്തിന് തലേ ദിവസം വന്നു. ചടങ്ങ് കഴിഞ്ഞുകൊണ്ടാണ് അങ്ങ് പോയി. അവരും തെറ്റില്ലാത്ത ഒരു ഫാമിലിയാണ്. കൊച്ചിനെ ഒരു വകവരുത്തേണ്ട അങ്ങനെ ഒരു ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് പ്രശ്നം. അതിന് ഇവർ ഈ കടത്തിന്ന് ഊരാനോ അതൊക്കെ ഒരു ആത്മഹത്യക്കുള്ള ശ്രമമാണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഈ പോലീസിന് പരാതി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പോലീസിന് പരാതി കൊടുക്കാൻ ഇവള് നമ്മളെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ പൈസ ഒരാളിന് കൊടുത്തു, ആ പൈസ ആൾ പറ്റിച്ചു എന്ന് പറയുന്നു. അത് ഇവരൊക്കെ ആരോ ഒരുത്തിനുമായിട്ടൊരു കമ്പനിയുണ്ട്. ഏത് ഒരു യോത്സ്യൻ എന്നൊക്കെയാണ് പറയണത്. അതിവിടെയുള്ള എല്ലാ തിരുവനന്തപുരത്ത് ശംഖുമുഖത്തയുടെ ശ്രീധുവിനും അമ്മയ്ക്കും അയാൾ അവരുമായിട്ട് വലിയ കൂട്ടെന്നൊക്കെയാണ് പറയണത്. അയാൾ മുഖാന്തരം എന്തോ നമ്മളടുത്ത് പറഞ്ഞാണ്, സത്യസന്ധമായ രീതിയിൽ പറയില്ല. ബ്ലാറ്റ് വാങ്ങിക്കാൻ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ പയ്യൻ അയാളെ കസ്റ്റഡിയിലായിരുന്നു. അത് ഈ സഹോദരൻ പയ്യൻ. അയാളൊരു കർമ്മി അന്തരമൊക്കെ ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ പലരും പറയാനുണ്ട്. അപ്പോൾ ഇവനും അയാളെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് അവൻ അവിടെ നിന്ന് പിണങ്ങി പോകുന്നതാണെന്ന് തോന്നുന്നു. ഡീറ്റെയിലായിട്ടൊന്നും പറയില്ല. ഇന്നലെ ഇവിടെ വന്നപ്പോൾ അവിടെ മുറിക്കകത്തുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ കഴിച്ച് വന്നൊന്നുമില്ല. ആരോ പറഞ്ഞ് എൻ്റെ വലിയച്ഛൻ വന്നു, ആരാവട്ടെ എനിക്കെന്ത് എന്നുള്ള സംസാരം. സത്യസന്ധമായ ഒരു പെരുമാറ്റവും സംസാരവും അവരിലില്ല. ദുരൂഹമായ സംസാരം. എൻ്റെ ഒരു നിഗമനത്തിൽ ഇവരെ ബാക്കിൽ വേറെ കൂട്ടുകാരാണ്. ഈ കാശല്ലാതെ പോകാൻ വഴി വേണ്ടേ. അങ്ങനെ ജാളി അടിച്ച് ജീവിക്കുന്ന കൂട്ടത്തിനൊന്നും. ഇവിടെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെയാണോ കടം വാങ്ങുന്നത്? ഇവിടെ അടുത്ത് തന്നെ കുറേ കൂടുതലും കടം വാങ്ങിയിട്ടുണ്ട്. പലരെയും വാങ്ങിച്ചിട്ടുണ്ട്.